പ്രസംഗിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് അതിൻ്റെ ആശയങ്ങൾ കാണാൻ കഴിയും. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായതെന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളുവീൻ. കർത്താവിന് പ്രസാദമായി ഉള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്. ഈ ഒരു പരിശോധന നമ്മുടെ ഈ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. നമ്മൾ ലോക ജനതയെ പോലെ അല്ല, ലോകത്തിലുള്ളവരെ പോലെ അല്ല. എല്ലാവർക്കും നേരം വെളുക്കുന്നു, എല്ലാവർക്കും ഉറക്കം വരുന്നു, നേരം വെളുക്കുന്നു, എല്ലാവർക്കും സന്ധ്യയാകുന്നു. രാവിലത്തെ വർക്കും വൈകിട്ടത്തെ വർക്കും കഴിഞ്ഞ് ഉറങ്ങുന്നവരെ പോലെ സാധാരണക്കാരല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കണം. കാരണം അവർക്കില്ലാത്ത ഒന്ന് നമുക്കുണ്ട്, അത് ദൈവം അയച്ച പരിശുദ്ധാത്മാവാണ്. നല്ലൊരു ആമേൻ പറയാമോ? ആത്മാവാകത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിനെ അനുവദിക്കാൻ താല്പര്യമുള്ളവർക്കായി സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. സ്വന്തം ലൈഫിനെ പരിശോധിക്കാൻ തയ്യാറാകുന്നത് തന്നെ ആത്മാവകത്തുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. തിരുത്തപ്പെടുന്നതാണ് ഈ ആത്മാവ്, തിരുത്തപ്പെടുത്തുന്നതാണ് ഈ ആത്മാവ്. വഴി ഇതാണെന്ന് പറഞ്ഞു തരുന്നതാണ് ഈ ആത്മാവ്. വഴി കൃത്യമായി കാണിച്ചു തരുന്നതാണ് ഈ ആത്മാവ്. കൃത്യസ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ ആത്മാവ്. ആമേൻ. ഇല്ലാത്ത വഴി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് ഈ ആത്മാവ്. എത്ര അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ഈ ആത്മാവ് നമുക്ക് വേണ്ടി വഴി തുറന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ ഇരുളായിരുന്നു, പക്ഷേ ഇപ്പോഴോ കർത്താവിൻ്റെ വെളിച്ചമാകുന്നു. ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഞാൻ കർത്താവിൻ്റെ വെളിച്ചമാണ്, ഞാൻ കർത്താവിൻ്റെ വെളിച്ചമാണ്. ഇരുളിൽ നടന്നതുപോലല്ല, ഇരുളിൽ ഇരിക്കുന്നവരെ പോലെ അല്ല വെളിച്ചത്തിലുള്ളവരുടെ പ്രവൃത്തി. ഹല്ലേലൂയ. വെളിച്ചത്തിലുള്ളവരുടെ പ്രവൃത്തി എപ്പോഴും അവർ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ഉള്ളിൽ ഒരു പ്രകാശം ഉണ്ടായിരിക്കും. ആമേൻ. ആ പ്രകാശത്തെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഗ്ലോറി. ഹല്ലേലൂയ. അവൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റഡ് ആയ ആൾക്കാരാ നിങ്ങൾ. കൊരിന്ത ലേഖനം നാം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഉടുപ്പില്ലാത്തവരെ പോലെ അല്ലിരിക്കുന്നത്. പുറത്ത് ഹല്ലേലൂയ ഈ ശാരീരിക ബലഹീനതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആദമ് പണ്ടിരുന്നത് പോലെ ദൃശ്യമായ ഒരു തേജസ്സിൻ്റെ ആവരണം ശരീരത്തിനകത്ത് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്, കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തേജസ് ഇല്ലാത്തവരായിട്ടല്ലിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു തേജസ് ഉണ്ട്, ആ തേജസ് അകത്ത് വന്ന ആത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തേജസ്സിൻ്റെ യഥാർത്ഥ അനുഭവം വെളിപ്പെടുന്ന ദിവസം ഹല്ലേലൂയ ഈ ഭൂമിയുടെ ബന്ധനങ്ങളെ പൊട്ടിക്കാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ അത് ഇപ്പോഴോ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ ആരാധനകളിലേക്കും ഓരോ പാട്ടിനകത്തും ഓരോ അന്യഭാഷയ്ക്കകത്തും ദൈവം അയക്കുന്ന ഓരോ ദൈവശക്തിയും ദൈവം ഒരു പർപ്പസിലൂടെ പർപ്പസിന് വേണ്ടി അയക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ വചനം അയക്കപ്പെട്ടാൽ അത് പ്രവൃത്തി തികയ്ക്കാതെ എന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ വന്നു കഴിഞ്ഞാൽ, തുറന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഹല്ലേലൂയ അതതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരികയില്ല. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞ്, ദൈവത്തിൻ്റെ വചനം പുറപ്പെട്ടാൽ അതതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരികയില്ല. ഇപ്പോഴും പറയുന്നില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പറ, എനിക്ക് വേണ്ടി ദൈവം പറഞ്ഞു വിട്ട ദൈവത്തിൻ്റെ വചനം അത് അതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരികയില്ല.
വചനത്തെ പോലെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മാവിൻ്റെ ശക്തിയും. ഹല്ലേലൂയ. ആത്മാവ് ശക്തിയാണ്, വ്യക്തിയാണ്. ശക്തി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, വെളിപ്പെടുത്തലുകൾ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തേണ്ടതിനാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീരുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അയക്കപ്പെടുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തിയും നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. ഒന്ന് ചാടാനോ, ഒന്ന് തുള്ളാനോ, ഒന്ന് കൈയടിക്കാനോ, ഒന്ന് ഓടി നടക്കാനോ മാത്രമായിട്ടല്ല. There is a clean purpose for God. ദൈവത്തിന് കൃത്യമായൊരു പർപ്പസ് അതിനകത്തുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നവൻ നിന്റെ ലൈഫിനകത്ത് അതിനെ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. വിളിച്ച വിളി ഒരു പർപ്പസ് ആണെങ്കിൽ, വിളിച്ച വിളി ദൈവത്തിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയാണെങ്കിൽ, കൃത്യമായി അത് തികയ്ക്കാൻ വേണ്ടി അയക്കപ്പെട്ട ഒരു ആത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ച വിളിക്കകത്തേക്ക് വേർതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അതിനു മുമ്പേ തന്നെ അവരുടെ മേൽ ആ പറന്നിറങ്ങിയ ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയാണ് അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയായി വെളിപ്പെടുവാനിടയായി തീർന്നത്. ഒരു കാര്യം നിശ്ചയമാണ്, ഇവിടെ ഇരുന്നപ്പോൾ, പ്രാർത്ഥിച്ചപ്പോഴോ ആരാധിച്ചപ്പോഴോ നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് ഇറങ്ങി വന്ന ആ ദൈവശക്തിയുടെ പ്രദർശനം നിങ്ങൾ ഇറങ്ങി നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്കകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാ. വീടോ നാടോ ബസ്സോ അല്ലെങ്കിൽ തെരുവോ ഗ്രാമമോ പട്ടണമോ എന്ന വ്യത്യാസമില്ലാതെ ദൈവം അത് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നാം മിഷണറി യാത്രയിൽ സുന്നകദോസുകളിൽ മാത്രം, ദേവാലയങ്ങളിൽ മാത്രം ദൈവശക്തി പ്രദർശിക്കുന്നത് കണ്ട പൗലോസ് രണ്ടാം യാത്രയിൽ യൂറോപ്പിൻ്റെ ഒന്നാം പ്രസംഗത്തിനകത്ത് താൻ കാണിക്കുന്നത് പുഴവക്കത്തെ വ്യക്തികൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരും ഹൃദയത്തെ പരിശോധിക്കുന്നവരുമാകുന്ന അന്തരീക്ഷം വെളിപ്പെട്ടെങ്കിൽ സ്ഥലവ്യത്യാസം കൂടാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ പകൽ ഒരു പരിശോധനകൾക്ക് വിധേയമാകട്ടെ. നിങ്ങൾ ഇരുളല്ല, നിങ്ങൾ വെളിച്ചമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇരുളല്ല, നിങ്ങൾ കർത്താവിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ ഇരുളല്ല, കർത്താവിൻ്റെ വെളിച്ചമാണ്. ഇരുളാണെന്ന് തോന്നിപ്പിക്കുന്ന ചിന്തകളെ താണ്ടുക. ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അറിയാത്തൊരു വെളിച്ചം നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. അതിൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അത് കാണുന്നു. ഹല്ലേലൂയ. സകല ഗുണവും നീതിയും സത്യമാവുന്നുവല്ലോ. വെളിച്ചത്തിന്റെ ഫലം സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. അവൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും അതിന്റെ അകത്തോട്ട് ഇറങ്ങി പൗലോസ് വിശദീകരിക്കുകയാണ്. നിങ്ങൾ ഇരുളല്ല, വെളിച്ചമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. വെളിച്ചത്തിന്റെ ഫലം. വെളിച്ചത്തിന്റെ ഫലം എന്തുവാ? സൽഗുണമാണ്, നീതിയാണ്, സത്യമാണ്. അപ്പം നമ്മളിൽ നിന്ന് അത് വെളിപ്പെടുന്നത്, ഹല്ലേലൂയ, സൽഗുണം വെളിപ്പെടണം, ഹല്ലേലൂയ, നീതി വെളിപ്പെടണം, ഹല്ലേലൂയ, സത്യം വെളിപ്പെടണം. ഇത് വെളിച്ചത്തിന്റെ ഫലമാണ്. ഹല്ലേലൂയ. ഇരുളല്ല, നിങ്ങൾ വെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ ഇനി നിഷ്ഫല പ്രവർത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികളാകാൻ പാടില്ല. എന്നിട്ട് പറയുന്ന വാക്കാണ്, നിങ്ങൾ ഇരുളല്ല വെളിച്ചമാകൊണ്ട്. ഇതുപോലെയുള്ള സാധ്യതകൾ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? ശാസിക്കണം. എന്ത് ചെയ്യണം? ഈ പരിപാടി മിക്കവരും ചെയ്യത്തില്ല. ഭൂതം മുന്നിൽ വന്ന ശാസിക്കും. സ്വന്തം ലൈഫിനകത്തേക്ക് നിഷ്ഫല പ്രവർത്തികൾ വന്നു കഴിഞ്ഞാൽ ശാസിക്കത്തില്ല. ഇത് ശാസിച്ചാൽ, ഹല്ലേലൂയ, ഒറ്റ വാക്ക് ശാസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. അതിന്റെ 12ാം വാക്യം, അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകും. വെളിച്ചമായവര് തന്നെയാട്ടോ, വെളിച്ചമായവര് തന്നെ. പക്ഷെ അവർ വെളിച്ചമാണെന്ന് അറിയാതെ ഇരുളിന്റെ നിഷ്ഫല പ്രവർത്തികൾ കൂട്ടാളികളായി
അവർ ഗൂഢമായി ചെയ്യുന്നത് പറയാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ നാവ് ഉയർത്തി അതിനെ ശാസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പത്മേന്റി? ആമേൻ. നമ്മൾ വേറെ ആരും പാസ്റ്റ് വരത്തൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ശാസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബോധം വരും. ആമേൻ. ഇരുളും അല്ല എന്നും വെളിച്ചമാണെന്നും ബോധം വരും. നമ്മൾ ഇരുട്ട് മാറുന്നതും പ്രകാശം വരുന്നതും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ ഈ ഇരുളിന്റെ കൂട്ടാളികളായിരുന്ന ആൾക്കാർ ഈ ബോധത്തിന് വേണ്ടി നിങ്ങൾ അവയെ ശാസിക്കുമ്പോൾ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ മാറുകയും സകലത്തെയും കുറിച്ച് ബോധം വരികയും ചെയ്യും. വെളിച്ചം പോലെ വരുമല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, ഇവിടെയാ വാക്യം, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. അപ്പൊ ഒറ്റ കാര്യം ചെയ്താൽ മതി. അജാൻ ഇവിടെ എഴുന്നേൽക്കുക എന്ന പദം ഇവിടെ കിടപ്പുണ്ട്. അതിന്റെ 14-ാം വാക്യത്തിൽ എഴുന്നേൽക്കുക. അവൻ അതിനൊരു വാക്കോടെ കൂട്ടിച്ചേർത്താ ഞാൻ പറഞ്ഞത്. ആദ്യം ശാസിക്കുക, എന്നിട്ട് എഴുന്നേൽക്കുക. ആദ്യം ശാസിക്കുക, എന്നിട്ട് എഴുന്നേൽക്കുക. എന്നാൽ എന്ത് സംഭവിക്കും? നീ വെളിച്ചമായതുകൊണ്ട് നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കും. ക്രിസ്തു പ്രകാശത്തിന്റെ ഒരു വലിയ നാളുകളെ ഞാൻ ആത്മാവിൽ സ്വപ്നം കാണുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ആത്മാവിൽ ഈ ദൂതിന്റെ ആഴം ഒന്ന് ഹൃദയത്തിൽ പിടിക്കുക. ഹല്ലേലൂയ. പല പ്രശ്നങ്ങളായി, പല മടുപ്പുകളായി, പലതും ചെയ്തിട്ട് സക്സസ് ആകാതെ, പല രാത്രികളിലും പകലുകളിലും പ്രാർത്ഥന മുടങ്ങിപ്പോയത്, ആരാധന ശൈലി മടുപ്പായി പോയത്. ഹല്ലേലൂയ. ഇതിനോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ നിങ്ങൾ ശാസിക്കുക, ഇരുളിന്റെ പ്രവൃത്തികളെ ശാസിക്കുക, മടുപ്പുകളെ ശാസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ സകലത്തെയും കുറിച്ച് ബോധം വരും. വെളിച്ചം പോലെ ബോധം വരും. ബോധം വരുത്തുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ലോകത്തിനും വിശ്വാസിക്കും ഒരുപോലെ ബോധം വരുത്തുന്നത് നീതിബോധം, പാപബോധം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം, സത്യത്തെക്കുറിച്ചുള്ള ബോധം, സകല നീതിയെക്കുറിച്ചുള്ള ബോധം, സകല സൽഗുണങ്ങളെക്കുറിച്ചുള്ള ബോധം. ഹല്ലേലൂയ. പൗലോസ് യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് യോഹന്നാൻ കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീതിയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും, ന്യായവിധിയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും, പാപത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളെ എനിക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല. പക്ഷേ അവൻ വരുമ്പോൾ അവൻ സകലത്തെയും കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തിക്കൊണ്ടേയിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-16 അധ്യായങ്ങൾക്കകത്ത് ഇത് കൃത്യമായി വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വലിയ മിസ്റ്ററികൾ ഇൻ സ്പിരിറ്റിനകത്ത് ദൈവം നിക്ഷേപിച്ചു വെച്ചിരിക്കുകയാണ്. ആത്മാവിനകത്ത് ഒരുപാട് നിക്ഷേപങ്ങൾ കടക്കുന്നു. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അത് നമ്മുടെ ഉള്ളിലൂടെ തുറന്നു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആത്മാവിന്റെ ആത്മഭാരത്തിനകത്തേക്ക് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് ഇരുളിനെ ശാസിക്കുക, വെളിച്ചത്തെ കുറിച്ചുള്ള ബോധം വരുത്തുക, എഴുന്നേൽക്കുക. ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുണ്ടക്കയത്തൊരു ഉണർവുണ്ട് കേട്ടോ. കേരളത്തിലൊരു ഉണർവുണ്ട് കേട്ടോ. മിറക്കിൾ ഹാർവസ്റ്റിനൊരു ഉണർവുണ്ട് കേട്ടോ. ഈ ദേശത്തിനൊരു പരിവർത്തനമുണ്ട്. ഈ ദേശത്തിലെ ജനങ്ങളെല്ലാം ഇരുളിൽ കഴിയത്തില്ല. നസ്രത്തിനകത്ത് ദൈവത്തിന്റെ വെളിച്ചം പകർന്നിറങ്ങിയതുപോലെ ഇരുള് പകർന്ന് ഈ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തിയാൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. മടുത്തുപോയ ചില മേഖലകൾക്കകത്തുനിന്ന് ഉണർവോടെ കയറി വരുവാൻ സ്വയമായി
യാക്കോബ് തന്നെ ഉറപ്പിച്ച് കയറിയതുപോലെ മറ്റാരും നിന്നെ ഉറപ്പിക്കാൻ കഴിയാത്തില്ലെങ്കിലും ഉപദേശിക്കുവാൻ മറ്റൊരുത്തന്റെ ആവശ്യമില്ലെന്ന് ദൈവവചനം പറയുന്നത് പോലെ സകലത്തെ ഉപദേശിപ്പാൻ എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്നും ആത്മാവിൻ്റെ ഉപദേശത്താൽ ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഭാഗവാക്കാകുമെന്ന് ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം. നീ ഒരു മിറക്കിളായി മാറിയിരിക്കും. ഒന്ന് ചേർന്ന് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണരുക. മരിച്ചവർ മരിച്ചു കിടക്കുകയാണ്. ഹല്ലേലൂയ. ഉറങ്ങിക്കിടക്കുന്നവൻ അവരുടെ കൂടെ കിടക്കരുത്. ഹല്ലേലൂയ. നിന്റെ പൊസിഷൻ അവിടെയല്ല, നിന്റെ സ്ഥാനം അവിടെയല്ല. അവർ മരിച്ചു കിടക്കുകയാണ്. പക്ഷേ നീ മയങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ നീ ഹല്ലേലൂയ കണ്ണടച്ച് നീ മരിച്ചെന്ന് ധ്യാനിച്ച് കൊണ്ട് അവരുടെ ഇടയിൽ കിടക്കുക. നോ, നിന്റെ ലൈഫിനകത്ത് ക്രിസ്തുവിൻ്റെ ജീവൻ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ശാസിക്കുമ്പോൾ പ്രകാശം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ശാസിക്കുമ്പോൾ പ്രകാശം വെളിപ്പെടുന്നത്. വചനം ഇതിനെ പൗലോസിന്റെ ഏടുകൾക്കകത്ത് ഉപമകളെ ആവർത്തിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും. ഒരു പൊന്ന് ഹല്ലേലൂയ അത് കാച്ചി അതിനെ പ്രകാശിപ്പിക്കേണ്ടതിന് അതിലൂടെ കടത്തി വിടുമ്പോൾ ഹല്ലേലൂയ അതിന് പൊന്ന് അതിൻ്റെ ഇരട്ടിയിട്ടം ശോഭയോടെ വെളി വരുന്നത് പോലെ എപ്പോഴാണോ നിന്നെ ആ ചൂടിനകത്തേക്ക് കയറ്റി വിടുന്നത് അപ്പോൾ മുതൽ നീ പ്രകാശിക്കുവാനിടയായിത്തീരും. ഈ പകൽ അങ്ങനെ ചിലത് വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. മടുത്തുപോയ മോശയെ തേടി ദൈവം ഇറങ്ങി വന്ന് ഹോരോബിനകത്ത് ചൂടുകൊണ്ട് അവനെ ആത്മാവിൽ പുറത്തെടുത്തതുപോലെ നിങ്ങളുടെ മടുപ്പുകളെ പരിശോധിക്കാനും അതിനെ ശാസിക്കാനും അതിനെതിരെ നിങ്ങളെ പ്രകാശിപ്പിക്കുവാനും എഴുന്നേൽപ്പിക്കാനും കഴിയുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവനെ ആശ്രയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സീരിയസ് ആയി ഒരു 1-2 എപ്പിസോഡായി ശുശ്രൂഷിക്കാൻ എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഭാഗം നിങ്ങളുമായി ഈ പകൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസിൻ്റെ പ്രാർത്ഥനകളെ നമ്മൾ അടുക്കടുക്കായി ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പ്രാർത്ഥനാ സെക്ഷനുകൾ നമ്മളിവിടെ ആരംഭിക്കുവാനിടയായി തീർന്നു. അതിപ്പോൾ മന്ദീഭവിച്ചോ ഇവിടേക്ക് ഇരിക്കുകയാണ്. ഈ മാസത്തിൻ്റെ ഈ പ്രാരംഭ ഞായറാഴ്ച മുതൽ തട്ടി ഉണർത്തി. ഹല്ലേലൂയ. യേശു കർത്താവ് ശിഷ്യന്മാരെ നിർബന്ധിച്ചതുപോലെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെ ആകരുത്. ഒരു വർഷം പ്രാർത്ഥിക്കാൻ നമ്മൾ വിട്ടുകൊടുത്തെങ്കിൽ അടുത്ത വർഷം പ്രവർത്തിക്കാനുള്ള സമയമാണെന്നുള്ള തിരിച്ചറിവ് വേണം. ഹല്ലേലൂയ. ഈ പകൽ കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. യേശു കർത്താവാണ് പ്രാർത്ഥനയിലെ ഏറ്റവും നല്ല മാതൃക കാണിച്ചു തന്നത്. ഹല്ലേലൂയ. തൻ്റെ യോർദാനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള തൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്ക് സംഭവിച്ച ഉണ്ടായ 3 സംഭവങ്ങളെ പറഞ്ഞുകൊണ്ട് ഈ വാക്ക് തുടരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒന്ന് സ്വർഗം തുറന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ പറ, പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. ഹല്ലേലൂയ. സ്വർഗം തുറക്കും. ഒന്ന് പറഞ്ഞേ, സ്വർഗം തുറക്കും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാ. ഹല്ലേലൂയ. യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. 2, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്നുള്ള ദൈവശബ്ദം വെളിപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് ദൈവത്തിൻ്റെ സമാധാനം. എല്ലാവർക്കും അല്ല, എല്ലാവർക്കും വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്, എല്ലാവർക്കും വേണ്ടിയാണ് താൻ വന്നത്, എല്ലാവർക്കും വേണ്ടിയാണ് ഇനിയും വരുന്നത്. പക്ഷേ ഹല്ലേലൂയ, തന്നെ പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇനിയും വരുന്നത്. ആദ്യത്തെ 2 പദം എല്ലാവർക്കും വേണ്ടിയാണെങ്കിൽ ഹല്ലേലൂയ, ഭൂമിയിൽ ദൈവപ്രസാദം ലഭിച്ചവർക്ക് വേണ്ടിയാണ് കർത്താവിന് വരുന്നത്. അതുകൊണ്ട് മൗനമായി കേൾക്കാതെ ഇതിനോട് പ്രതികരിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞ പദം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് തോന്നുന്നത്. ഹല്ലേലൂയ. ഇരിപ്പിലിരിക്കുമ്പോൾ ഇങ്ങനെ മൗനതയിൽ ഇറങ്ങിയ പോലെ ഇരുന്ന് കളയരുത്. ചൂടായിരിക്കാം, ക്ഷീണമായിരിക്കാം, പക്ഷെ നമ്മൾ വാ കൊണ്ട് അന്യഭാഷയെങ്കിലും ഒന്ന് പറയാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഈ മടുപ്പിനെ ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ശാസിക്കാൻ തയ്യാറായാൽ മതി. ഇത് പെട്ടെന്ന് മാറുമെന്ന് ഈ അന്തരീക്ഷം.
ഹല്ലേലൂയ. ഞാൻ വന്ന് നിന്നതുപോലെ അല്ല ഇപ്പം നിൽക്കുന്നത്. ഹല്ലേലൂയ. കാരണം എന്നാണെന്നറിയോ? വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാവിനകത്തും ചിന്തകൾക്കകത്തും രക്തത്തിനകത്തും കൂടെയൊക്കെ ഒരു ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് ഉന്മേഷത്തിലേക്ക് വരുന്നത്. ആത്മാവിൽ ഞാൻ പറയുന്നു, ഇരിക്കുന്ന ഇരിപ്പിൽ മടുപ്പുണ്ടെങ്കിൽ ആത്മാവിൽ ചിലതിനെ ശാസിച്ചുകൊണ്ട് അന്യഭാഷ പറഞ്ഞു തുടങ്ങിക്കോ, ലെവല് ദൈവം മാറ്റും. ഹല്ലേലൂയ. ചിലത് ആമേനാണെങ്കിലും ആമേനാണെങ്കിലും ഒന്ന് പറയാൻ തയ്യാറാകണം. അതിനകത്താണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. പൗലോസ് യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ സ്വർഗം തുറന്നതാണെങ്കിൽ രണ്ടാമത്തെ ദൈവശബ്ദം കേൾക്കുകയായിരുന്നു. ഹല്ലേലൂയ. 3 പ്രാവെന്നതുപോലെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൻ്റെ മേൽ പറന്നിറങ്ങുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ മേൽ ഹല്ലേലൂയ 1 എന്തുണ്ടായിരിക്കും? സ്വർഗം തുറന്നിരിക്കും. 2 ഹല്ലേലൂയ അവന് ദൈവശബ്ദം ഉണ്ടായിരിക്കും. 3 അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ആ 3 അന്തരീക്ഷവും നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതിന് ഇന്ന് ഒന്നും തടസ്സമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അതിനെ അടുത്തൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ അല്പം കൂടെ നിങ്ങൾക്ക് അതിനെ ഗ്രഹിക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്വർഗം തുറന്നത് നിനക്ക് കാണാൻ പറ്റും, ആത്മാവിനാലായാൽ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ആത്മതലങ്ങളിലേക്ക് കയറിയാൽ സ്വർഗം നീ തുറക്കുന്നത് കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങളിലേക്ക് പോയാൽ സ്വർഗം തുറക്കുന്നത് കാണും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ വിവശത യോഹന്നാൻ്റെ ശരീരത്തിനകത്തേക്ക് കയറി. ഹല്ലേലൂയ. ആത്മാവിൻ്റെ അടുത്ത ആത്മതലങ്ങളിലേക്ക് യോഹന്നാൻ കയറി. ഇരുന്ന സ്ഥലം ഹല്ലേലൂയ വലിയ പ്രയാസമുള്ളതായിരുന്നാലും താൻ ആത്മമണ്ഡലത്തിലകത്തേക്ക് കയറിയപ്പോൾ തൻ്റെ മുമ്പിൽ സ്വർഗം തുറന്നു വന്നു. ഹല്ലേലൂയ. ആദിയിൽ ദൈവം ഹല്ലേലൂയ സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചെന്ന, ആകാശം എന്ന വാക്ക് മലയാളത്തിൽ അടക്കുന്നത് എന്തുവാണ്? സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് ഭൂമി നമുക്ക് അവകാശമായി തന്ന് സ്വർഗം വേറെ ആൾക്ക് കൊടുത്തെന്നല്ല. ഹല്ലേലൂയ. നമ്മെ സൃഷ്ടിച്ച അവിടെ നമുക്കും കൂടി നമുക്കാണ് സ്വർഗം. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിലേക്ക് കയറാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇപ്പോഴേ പോകാം. ഹല്ലേലൂയ. വെയിറ്റ് ചെയ്യണ്ട. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നവർ. ഹല്ലേലൂയ. ഇന്ന് ഈ ദൂത് എങ്ങനെ ഇവര് സ്വീകരിക്കുമെന്ന് അറിയത്തില്ല. എന്നെക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇത് എടുപ്പിക്കുമ്പോൾ അതിന് പിടിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകല് നിങ്ങൾക്ക് പുറകോട്ടും മുമ്പിലോട്ടും സഞ്ചരിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ടൈം എന്ന അന്തരീക്ഷത്തിനകത്ത് ഹല്ലേലൂയ ഈ ഡയമെൻഷനകത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ. മുമ്പിലോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ചിന്തകൾ കൊണ്ട് മാത്രമേ പുറകോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ സ്പിരിറ്റ് ആത്മമണ്ഡലത്തിനകത്തേക്ക് കയറിയാൽ ഹല്ലേലൂയ ഡയമെൻഷൻ്റെ ഹല്ലേലൂയ ഇപ്പോഴുള്ള ഈ ഡയമെൻഷൻ്റെ ഹല്ലേലൂയ ബന്ധനം പൊട്ടും. പുറകോട്ടും മുമ്പോട്ടും ഓടാനുള്ള ഹല്ലേലൂയ തലം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. മോശ ദൈവവുമായിട്ട് സിനായി മലയിലിരുന്ന് പ്രാപിക്കുന്ന പഴയ നിയമ കൽപ്പനകളുടെ ഹല്ലേലൂയ പലകയും ആശയങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. അത് പ്രാപിച്ചിറങ്ങി താൻ വന്നു. താനത് എഴുതി കൊടുത്തു. അവർക്കത് നിയമവുമായി ജീവിതത്തിൻ്റെ ക്രമവുമായി മുന്നോട്ട് പോകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം പുതിയ നിയമത്തിൽ പൗലോസ് അതേ അന്തരീക്ഷത്തിനകത്തേക്ക് ആത്മാവ് കൊണ്ടുപോയി. മോശയ്ക്കന്ന് കൊടുത്ത കാര്യങ്ങൾക്കപ്പുറം ഹല്ലേലൂയ ദൈവം പൗലോസിനെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനിങ്ങനെ പറയാം, ഒന്നുകൂടി പറഞ്ഞാൽ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയത് അബ്രഹാമിനെ മോറിയാ മലയിലേക്ക് കയറ്റിയ കാര്യങ്ങൾ മുതൽ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ആദിയിൽ ദൈവം ഓരോ സൃഷ്ടിപ്പ് നടത്തുന്നതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. പുറകോട്ട് കൊണ്ടുപോയാണ് കാണിച്ചു കൊടുത്തെങ്കിൽ അന്ന് പിടിക്കാത്തതും കിട്ടാത്തതുമായത് പൗലോസിന് വീണ്ടും അതേ ആത്മമണ്ഡലത്തിനകത്തേക്ക് കൊണ്ടുപോയി വെളിപ്പെടുത്തിയെങ്കിൽ
ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ പറയാം. ഹല്ലേലൂയ. യോഹന്നാൻ എന്ന സുവിശേഷകൻ ആത്മമണ്ഡലത്തിൽ കയറിയപ്പോൾ ഹല്ലേലൂയ മോശ കയറി പിടിച്ച് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വാക്കിനപ്പുറത്തിൽ ഇങ്ങനെ എഴുതുവാനിടയായി തീർന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ ആ ആത്മമനുഷ്യന്റെ അപ്പുറത്തേക്ക് പൗലോസിനെ ദൈവം കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എഫീസ് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് അതിനേക്കാൾ വലിയ ആത്മമണ്ഡലത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ഗാഡ്, ദൈവം ഈ ഭൂമിക്ക് മുമ്പ് ഹല്ലേലൂയ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഹല്ലേലൂയ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു, എന്നെക്കുറിച്ച് എന്തായിരുന്നു, ആത്മമണ്ഡലത്തിൽ ജനിക്കപ്പെട്ട നീ എവിടെയായിരുന്നു? ടൈം എന്ന പീരീഡിനകത്ത് ചുരുങ്ങി നിൽക്കുന്ന നീ ഇതിനപ്പുറം ഒരു ദൈവപ്രവൃത്തിയുടെ ഭാഗം. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നത്? ഹല്ലേലൂയ. 1985 ജനിച്ച് 2025 എന്ന് നിൽക്കുന്ന ഈ ടൈം പീരീഡിനകത്ത് നിൽക്കുന്ന ഞാൻ ഇതിനപ്പുറം ഉള്ള ഡയമെൻഷനകത്ത് ഞാൻ എവിടെയായിരുന്നെന്നും എന്നെ കുറിച്ചുള്ള എൻ്റെ പദ്ധതി എന്തായിരുന്നെന്നും എനിക്ക് തിരിച്ചറിയാൻ പാകത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ അത് വെളിപ്പെടുത്തി തരുന്ന ഒരു ആത്മാവ് എനിക്കുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, പ്രായത്തിന്റെ പകുതിക്കകത്ത് യേശുക്രിസ്തുവിന്റെ സുവിശേഷവും ഏന്തിക്കൊണ്ട് ഓരോ പട്ടണങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ മനുഷ്യന്റെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, മോനെ നിന്റെ നല്ല പ്രായത്തിൽ ഗമാലിയന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിച്ചു, ന്യായപ്രമാണത്തിൽ തികഞ്ഞൊരു പരീക്ഷന്റെ യോഗ്യതയിലേക്ക് നീ കയറിയെങ്കിൽ നീ തിരിച്ചറിഞ്ഞോളം അവിടെ അല്ല നിന്റെ ആരംഭം. അതിനു മുമ്പേ, ഉലക സ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നിന്നെ തെരഞ്ഞെടുത്തു, മുൻനിയമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂത് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടൊരു ദൂത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആദമിനെ ദൈവം കണ്ടപ്പോൾ ഹല്ലേലൂയ എന്നെയും ദൈവം കണ്ടിരുന്നു. ആദമിനെ ദൈവം അവതരിപ്പിച്ചപ്പോൾ എന്നെയും ദൈവം കണ്ടിരുന്നു. ആദമിനെ ദൈവം കണ്ടപ്പോൾ നിങ്ങളെയും കണ്ടിരുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ ദൈവം നോക്കുമ്പോൾ ഒരാളായിട്ടല്ല കാണുന്നത്. ഒരു മനുഷ്യനെ ദൈവം നോക്കുമ്പോൾ ഹല്ലേലൂയ അനേകരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പാപത്താൽ ഒരു ജനത മുഴുവൻ ഹല്ലേലൂയ നശിച്ചു പോകുവാനിടയായി തീർന്നത്, നാശത്തിന്റെ വാക്കിലേക്ക് ഓടാനിടയായി തീർന്നത്. തിരിച്ചു പിടിക്കുന്നു. അതേ ആദാമിൽ നശിക്കപ്പെട്ട തലമുറയെ നോക്കിക്കൊണ്ട് ക്രിസ്തു പറയുക, ഇനി ആദാമിൽ നശിച്ചവരെല്ലാം ക്രിസ്തുവിൽ പുതുക്കുന്നതാണ് നാം കാണുന്നത്. ഹല്ലേലൂയ. ആദാമിൽ എന്ത് സംഭവിച്ചോ, ആദാമിലൂടെ എന്ത് കേടാണോ പറ്റിയത്, ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെ അവരെ ക്രിസ്തുവിന്റെ ഫോളോവറാക്കിയ ദൈവം മാറ്റി. ഹല്ലേലൂയ. ഇന്ന് പകല് മനസ്സിലാക്കുക, അതിന്റെ അക്ഷരീകമായൊരു ദൂത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ദൈവം ഒരാളെ മുണ്ടക്കയത്ത് കണ്ടപ്പോൾ ഒരാളായിട്ടല്ല കണ്ടത്. നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത് ഒരാളായിട്ടല്ല. ഒരു ഫാമിലിക്കകത്തേക്ക് നോക്കിയാൽ ഈ വിടുതൽ, ഈ വിശദീകരണം വ്യക്തമായി കാണാം. ഞാൻ, എൻ്റെ കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, 10-16 വർഷങ്ങൾക്ക് മുമ്പ് പുറകോട്ട് വഴിച്ചാൽ ഞാൻ ഏകനായിരുന്നു. ഹല്ലേലൂയ. ഒരാൾ വന്നു ചേർന്നു, 2 ആളായി, 3 ആളായി, അങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങിയത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ, ഈ ശരീരത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ, ആത്മാവിൽ ജനിക്കപ്പെട്ടവനോടും ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ ജീവിക്കുന്നവരോടും ഞാൻ പറയുന്നു, ഇതിനേക്കാൾ ഇരട്ടിയാണത്. ഇതിനേക്കാൾ 11, 10, 100, 1000 കോടി മടങ്ങ് ഇരട്ടിയാണ്. ഹല്ലേലൂയ. ഈ പകൽ ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയുന്നു, നീ ജഡത്തിൽ ജനിപ്പിക്കുന്നതിനേക്കാൾ ആത്മാവിൽ ചിലതിനെ ജനിപ്പിക്കുക. ഹല്ലേലൂയ. ചിലത് ജനിക്കാനുണ്ട്. ഇതല്ലേ ബൈബിളിൽ നമ്മൾ കാണുന്നത്? ഹല്ലേലൂയ. തകർന്നു പോയ ഒരു കുടുംബത്തിനകത്തേക്ക് ക്രിസ്തു ഇറങ്ങി വരുന്ന കാഴ്ചയല്ലേ പഴയ നിയമത്തിൽ കാണുന്നത്? ആദാം എന്ന വ്യക്തി തകർന്നു പോയ ആ ഫാമിലിക്കകത്തേക്ക് ക്രിസ്തു ജഡത്തിൽ ഇറങ്ങി വരികയാണ്. ജഡത്തിൽ തോറ്റവന്റെ അടുക്കലേക്ക് ജഡത്തിൽ ഇറങ്ങി വന്ന് ആത്മാവിലുള്ള ജനനം കൊടുക്കുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ജഡത്തിൽ ജനിച്ചവന്റെ പട്ടികയിൽ ഒരു സമൂഹം മാത്രം നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ജനത മാത്രം നിൽക്കുമ്പോൾ, ആത്മാവിൽ ജനിക്കുന്ന ആ കൂട്ടത്തെ നോക്കി ക്രിസ്തു പറയില്ല, ആദാമിലൂടെ, അബ്രഹാമിലൂടെ, ഹല്ലേലൂയ, ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ, യഹൂദയിലൂടെ ഇസ്രായേൽ എന്ന ഒരു ജനത മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അബ്രഹാമേ, നിനക്ക് തന്ന പ്രോമിസ് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, ജഡത്തിൽ ജനിച്ച് ജഡത്തിൽ വിശദീകരിച്ച ഒരു ജനതയിൽ നിൽക്കുമ്പോൾ, ആത്മാവിൽ തുടങ്ങുന്ന ക്രിസ്തുവിൽ, ആത്മാവിൽ അവതരിപ്പിക്കുന്ന ക്രിസ്തു ജീവിതത്തിൽ തുടരുന്നവർ മുഴുവൻ പല ഭാഷയിലും പല ജാതിയിലും പെട്ടവരെ ഒരുമിച്ച് ക്രിസ്തുവിൽ ഒന്നാക്കുന്ന, പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലേലും പ്രശ്നമില്ല, ഇത് ഈ ദേശത്തോടുള്ള ദൂതാണ്. ഹല്ലേലൂയ. നീ ഏത് ഭാഷയിൽ കിടക്കുന്നവനാകട്ടെ, നീ ഏത് ജാതിയിൽ കിടക്കുന്നവനാകട്ടെ, ഏത് കുലത്തിൽ കിടക്കുന്നവനാകട്ടെ, യു ഹാവ് ടു എൻഡ്. നീ ഇവിടെ കയറി വരുന്നതിന് ആത്മാവിന്റെ ജനനം മാത്രമേ ആവശ്യമുള്ളൂ. അതിനുവേണ്ടി ജനിച്ച, അതിനുവേണ്ടി ജീവിച്ച, അതിനുവേണ്ടി തുടങ്ങിയ ഒരു ക്രിസ്തു ഉണ്ട്. ഇതൊന്നും പറഞ്ഞ് പഠിച്ചു വെച്ചോണ്ടൊന്നും വരുന്നതല്ല കേട്ടോ. ഇതിവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനയാണ്. ഹല്ലേലൂയ. ഇന്ന് ചിലത് വെളിപ്പെടാൻ പോവുകയാണ്. ക്രിസ്തു തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ അബ്രഹാം തുടങ്ങിയതുപോലെ അല്ലെന്ന്, ഹല്ലേലൂയ, അതൊരു ജനതയ്ക്ക് വേണ്ടി മാത്രം അവശേഷിക്കപ്പെട്ടപ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ കൂട്ടത്തിൽ നിന്ന, ഹല്ലേലൂയ, ഇസ്മയേലിന് പോലും അത് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിൽ അവഗണിക്കപ്പെട്ടവരായി മാറി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ആത്മാവിൽ ജനിച്ചവനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഒരു ഭാഷയിലും ഏതൊരു ഭാഷയിലും ഏതൊരു ജാതിയിലുമുള്ളവനാണോ വന്നു, അവനെ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ പുതുതാക്കാൻ പറ്റുന്ന ഒരാത്മജനനത്തിൻ്റെ വിശുദ്ധീകരണമുണ്ട്. ഞാൻ ഇങ്ങനെ അതിനെ വിശദീകരിക്കട്ടെ. നിങ്ങളെ ദൈവം നോക്കിയപ്പോൾ ഒരാളെ ആയിട്ടല്ല നോക്കിയത്. ഈ ദൂത് ഏറ്റെടുത്താൽ മതി, ഭയങ്കര ഡെലിവറൻസാണ്. തോമശ, ഹല്ലേലൂയ, ഒന്ന് പിടിച്ചോ. ഹല്ലേലൂയ. ഒരാളായിട്ടല്ല ദൈവം കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹദേവ വെച്ച ഒരാളായിട്ടല്ല. ജോർജ, ഹല്ലേലൂയ, ജോർജ ഇന്ന് പറയുന്നു, ഒരാളായിട്ടല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എത്രത്തോളം വിശദീകരിക്കാമോ അത്രത്തോളം നിങ്ങൾ വലുതാക്കിയാൽ മതി. ജാതികളെ, രാജ്യങ്ങളെ അവകാശമായി ചോദിക്കണം. ഹല്ലേലൂയ. അവകാശമായി ചോദിക്കണം. അവകാശമായി ചോദിച്ചാൽ അത് ദൈവം വെളിപ്പെടുത്തുവാനിടയായിത്തീരും. സ്വർഗം തുറന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വർഗം തുറന്നു, 2 ശബ്ദം ഉണ്ടായി, 3 പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനിടയായിത്തീർന്നത്. ഓരോ പ്രാർത്ഥനയ്ക്കകത്തും ഇതുപോലെയുള്ള ആത്മതലങ്ങൾ തുറക്കപ്പെടണം. ഹല്ലേലൂയ. ഒന്നുകൂടി പുറകോട്ട് ഓടുവാണ്. ഇതൊരു പകുതിയിൽ വെച്ച് പറയേണ്ട ആലോചനയാണെങ്കിൽ ഞാൻ അത് ആദ്യം പറഞ്ഞത് മാത്രം. കുറച്ചു നേരം 10-25 മിനിറ്റ് ഈ വേർഡ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് സംസാരിക്കാം. പൗലോസിന്റെ എണ്ണമറ്റ പ്രാർത്ഥനകൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാം, ലേഖനങ്ങളിൽ കാണാം. വാക്കുകൾക്കകത്താണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നതെങ്കിൽ എഫീസി ലേഖനത്തിനകത്തും കൊലോസി ലേഖനത്തിനകത്തും ഫിലിപ്പി ലേഖനത്തിനകത്തും കൊരിന്തി ലേഖനത്തിനകത്തും കൃത്യമായ അടുക്കടുക്കായി പ്രാർത്ഥനകളെ കാണാനിടയായി തീർന്നു. ഞാൻ ഈ പ്രാർത്ഥന ലിസ്റ്റ് എടുത്ത് കൃത്യമായിട്ടൊരു പേപ്പറിൽ നിങ്ങൾക്ക് തരാം, അടുത്ത ദിവസം തരാം. അതിൻ്റെ ഓരോ വാക്കുകളെയും നിങ്ങൾ കീറി പഠിച്ചാൽ അത് മാത്രം മതി ദൈവവചനത്തിൻ്റെ എല്ലാ വെളിപ്പാടും തുറന്നു വരുന്നതിന്. സ്തോത്രം പറ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ തൻ്റെ വായിലൂടെ വന്ന വാക്കുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് ആത്മമണ്ഡലത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടിക്കൊണ്ടുപോയി ഒരു ആത്മീയൻ പുറത്തു വന്നാൽ, ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ്റെ ലൈഫിനകത്ത് എന്തെല്ലാം വേണമെന്ന്, എങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് ഈ മനുഷ്യനെ ദൈവം വെളിപ്പെടുത്തി അത് പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കുന്ന പ്രാർത്ഥനകളാണ്. സ്തോത്രം പറ. അറിയത്തില്ല, 1-ാം നൂറ്റാണ്ടിൽ പുറത്തു വന്ന സഭ അവരുടെ ജീവിതശൈലി, ജീവിതക്രമം എങ്ങനെ എന്നറിയാതെ നിൽക്കുമ്പോൾ പൗലോസ് ആത്മമണ്ഡലത്തിൽ കയറി ഇതൊരു കമ്പനിയുടെ പരസ്യം പോലെയോ
ഇന്നലകളിൽ ഉണ്ടായിരുന്ന യഹൂദ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ പിൻപറ്റക്കാരോ ഈ ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും മതത്തിൻ്റെ ഭാഗമായി ആ ആചാരങ്ങൾക്കകത്ത് തുടരാനുള്ളതല്ല. ഇതൊരു വേറിട്ട ജീവിത ശൈലിയാണ്. ആ ശൈലി ഒരിക്കലും ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല. ഓരോ ദിവസവും അതിന് പുതുക്കമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഓരോ ദിവസവും അതിന് മാറ്റമുണ്ട്. ഓരോ ദിവസവും ആ വെളിപ്പാടിന് അപ്ഡേഷൻസ് ഉണ്ട്. കാരണം അത്രത്തോളം വിശാലമാണ് ആത്മീയന്റെ ജീവിത ശൈലി. മനസ്സിലാകുന്നവർക്കായി ശ്രോത്രം. നമ്മൾ വന്ന് പെന്തക്കോസ്തുകാരുടെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എഴുതിയ ഭാഗം എഴുതി ഇങ്ങനെ വായിക്കുവാനിടയാത്തിരുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് പെന്തക്കോസ്റ്റിലെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ ആത്മാവിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പോകുന്നു. എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ വാക്കുകൾ മനസ്സിലായവർക്ക് സ്തോത്രം. എനിക്ക് സന്തോഷം തോന്നി. കാരണം അമ്മയും അപ്പനും എവിടെ കൊണ്ടുപോയാ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു, നല്ല രീതിയിൽ പഠിക്കുന്നു, കർത്താവിനെ പഠിക്കുന്നു, എല്ലാം പഠിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് കിടന്ന് സത്യം മനസ്സിലാവും. സത്യം പറയാം, ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനും ഒരു പാസ്റ്ററായി കഴിഞ്ഞിട്ടാണോ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആണെന്ന് ഞാൻ പറയേണ്ടി വരും. കാര്യം യഥാർത്ഥം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ഇതിപ്പോൾ ആരെന്നാ പറഞ്ഞാലും നമുക്ക് വിഷയമല്ല. ഉള്ള സത്യം പറയുന്നതിനകത്ത് നമ്മളൊക്കെ എന്താ പഠിക്കാൻ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥമായി ചിലത് തുറന്നാലേ തിരിച്ചറിയുള്ളൂ. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല. നല്ലൊരു പരീക്ഷൻ്റെ കുപ്പായം നന്നായി ശരീരത്തിൽ അണിഞ്ഞു കഴിഞ്ഞ ശേഷമാണ് യഥാർത്ഥ ശുശ്രൂഷകനായി പൗലോസ് മാറിയത്. ഹല്ലേലൂയ. അതിനകത്ത് ഇനി നമ്മളെ മാറ്റി നിർത്തുന്നതിനാ ന്യായപ്രമാണത്തിൻ്റെ ഏടുകൾ ഗമാലിയൻ്റെ പാദപീഠത്തിലിരുന്ന് നല്ലതുപോലെ പഠിച്ച് നല്ല ഡിഗ്രി ഉള്ളതായിട്ട് കയ്യിലിരിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷകനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ മനുഷ്യൻ യേശുവിനെ യഥാർത്ഥമായി തിരിച്ചറിയുവാനിടയായി തീർന്നത്. അല്ലെങ്കിൽ ഇത്രേ ഉള്ള കാര്യം, പഠിച്ചെടുത്ത മുഴുവൻ കാര്യം മുമ്പിൽ വന്ന് നിന്നിട്ടും പൗലോസിന് മനസ്സിലായില്ല. പിന്നീടാണ് അതിനെ മനസ്സിലാക്കാൻ സഹായിച്ചത്. ആമേൻ. ഞാനീ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, നമ്മളൊരു പാരമ്പര്യത്തിൻ്റെ ചൂട് പറ്റുക അല്ല, മറിച്ച് ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളുടെ അകത്തേക്ക് നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്യണം. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾക്കകത്തേക്ക് നമ്മുടെ ചിന്തകളെ സെറ്റ് ചെയ്താൽ ഓരോ നിമിഷവും നമ്മൾ ഭയങ്കര അപ്ഡേഷൻ ആയിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ വാദോരാതെ പറയാനുള്ളത് നിങ്ങളുടെ ചെവി കേട്ടുകൊണ്ടേയിരിക്കും. തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രാർത്ഥനകൾക്കകത്ത് ദൈവശബ്ദം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഏലിക്ക് കേൾക്കാൻ പറ്റാത്തത് ദൈവത്തിന് കുഴപ്പമുള്ളത് കൊണ്ടല്ല. കാരണം ഏലി ഔട്ട് ഓഫ് റേഞ്ചിലാണ്. ഹല്ലേലൂയ. റേഞ്ചിൽ നിൽക്കുന്നത് ശൗമേലാണ്. ഇന്ന് പകല് ഔട്ട് ഓഫ് റേഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ സംഭവം കേൾക്കത്തില്ല. റേഞ്ചിൽ കയറിക്കോണേ ഇന്ന് പകൽ. ഹല്ലേലൂയ. ശമൂവേല് കയറി നിൽക്കാൻ തയ്യാറായപ്പോൾ മനസ്സിലായി പരിചയമില്ലാത്തത് കൊണ്ട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ആരോ എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ ആരാണെന്നറിയില്ല. അങ്ങാണോ എന്ന് ചോദിക്കുമ്പോൾ അനുഭവം കൊണ്ടറിയാവുന്ന ഏലി പറയാണ്, ഞാനല്ല വിളിച്ചത്, പക്ഷെ എനിക്കറിയാം ആരാ വിളിച്ചെന്ന്. ഇനി വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി, ഹല്ലേലൂയ, അടിയനിതാ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞാൽ മതി. ഇന്ന് പകല് ചിലത് നിങ്ങളുടെ കാതുകളിൽ കേൾക്കാൻ പോവുക. നിന്റെ വീടിനകത്തെ പ്രാർത്ഥനാ റൂം റേഞ്ചുള്ള റൂമായി മാറട്ടെ. ഹല്ലേലൂയ. സ്വർഗവുമായി കണക്ഷനുള്ള റൂമായി മാറട്ടെ. വേണ്ടെന്നേ, ഹല്ലേലൂയ, പ്രാർത്ഥനാ റൂം വേണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആയാൽ നല്ലത്. പക്ഷേ നിന്റെ പ്രവൃത്തി നിൽക്കുന്ന ജോലി സ്ഥലമാകട്ടെ, ഹല്ലേലൂയ, നീ യാത്രകളിലാകട്ടെ, അകത്ത് സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ദൈവശബ്ദം വെളിപ്പെടുവാനിടയായിത്തീരും. എൻ്റെ ഉറക്കത്തിലെ പലപ്പോഴും ദൈവം എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. എൻ്റെ യാത്രകളിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നം എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു നിന്ന് പറയുന്നവരുടെ ദുഃഖം പോലും കേൾക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ ഹൃദയം വളരെ ശക്തിയോടെ വേദനിച്ചപ്പോഴും എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പൗലോസ് പച്ചയ്ക്ക് പറയുന്ന ഒരു വെളിപ്പാട് അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാനത്തെ അധ്യായങ്ങൾക്കകത്ത് 27-ാം അധ്യായത്തിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. കടലാണോ, കാറ്റാണോ, തിരമാലയാണോ, കപ്പലിൽ തന്നെയാണോ എന്ന് അറിയത്തില്ല. അതുപോലെ ഈശാനമൂലൻ എന്ന കാറ്റ് അടിച്ചു
കയറുമ്പോഴും ഹല്ലേലൂയ തമ്മിൽ കാണാൻ കഴിയാത്ത ഒരു 14 രാവും രാത്രിയും, രാവാണോ രാത്രിയാണോ, സൂര്യൻ ഉദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാതെ പ്രാണന് മേൽ ആശ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിനകത്ത് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നടുവിൽ ഇറങ്ങി വന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. ഈ ദൂത് എത്ര പേര് കേൾക്കുന്നു? നീ എത്ര പ്രശ്നത്തിലായിരുന്നാലും പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ ചിന്തകൾ മാറ്റിയാൽ ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനകത്തേക്ക് പറന്നിറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. അവൻ നിന്റെ പ്രശ്നത്തിന് ഏറ്റവും മതിയായവനാണ്. ആരാണ് ഇന്ന് പകൽ ഓൺലൈനിൽ കേൾക്കുന്നവരാണോ, എൻ്റെ മുമ്പിലിരിക്കുന്നവരാണോ, ആരോടോ ആത്മാവ് ഇന്ന് പകൽ കൃത്യമായി സംസാരിക്കുന്നു. നിന്റെ പ്രശ്നത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല. രാവും പകലും തിരിച്ചറിയാത്തൊരു പ്രശ്നത്തിനകത്ത് നീ പെട്ടു നിൽക്കുന്നെങ്കിൽ ഈ പകൽ ഒരു ദൂത് നിന്റെ മനസ്സിനകത്തേക്ക് ക്രിസ്തുവിൽ ഞാൻ വിളിച്ചു പറയുന്നു. നീ നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കാത്ത ഒരു കർത്താവുണ്ട്. നീ ആയിരിക്കുന്ന ചുറ്റുപാടുകളുടെ പരിസ്ഥിതികളെ പൊളിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ സകലത്തെയും നിറയ്ക്കുന്നവനാകുന്ന ക്രിസ്തുവിന് കഴിയുമെന്ന് ഈ പകൽ ഞാൻ ആത്മാവിൽ നിന്നോട് സംസാരിക്കുന്നു. കരവൊന്നാടിച്ച് ഈ ദൂതിനെ നീ സ്വീകരിക്കുക. അത് നിന്റെ ജീവിത വിശാലതയ്ക്ക് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. പൗലോസ് തൻ്റെ പ്രാർത്ഥനയുടെ ഏടുകൾ തുറക്കുന്നത് കാണാനിടയായിത്തീർന്നു. ചിലതൊക്കെ ഓരോ വരികൾക്കകത്താണ്. ഹല്ലേലൂയ. അത് പറഞ്ഞു നിൽക്കാൻ നമുക്ക്. ഹല്ലേലൂയ. ഒരിക്കൽ താൻ പറയാണ്, എനിക്ക് കൃപ ആഴത്തിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. കൃപ, ദൈവത്തിൻ്റെ കൃപ ആഴത്തിൽ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് അകത്ത് കിട്ടിയപ്പോൾ ഈ മനുഷ്യനുണ്ടല്ലോ, ഹല്ലേലൂയ, എഴുതിയ അധ്യായങ്ങൾക്കകത്തെല്ലാം ഇങ്ങനെ എഴുതി, ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ കൃപ വർദ്ധിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, വർദ്ധിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കൃപ ലഭിച്ചവരോടാണ് കൃപ വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഇത് കൃപയുടെ കാലഘട്ടമാണ്. സഭ ദൈവ കൃപ തിരിച്ചറിയുന്ന കാലഘട്ടമാണ്. അൺലിമിറ്റഡ് ഫേവർ തുറക്കുന്ന അൺലിമിറ്റഡ് ഫേവറുകൾ തുറക്കുന്ന ഒരു കാലഘട്ടത്തിനകത്താണ് നിൽക്കുന്നത്. നിനക്ക് ദൈവത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് തുറന്നു വരുന്നതിന് ഒരു പരിധിയുമില്ല. അയ്യോ, ഞാനതിനെ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. മന്ന ഇറങ്ങി വന്നതുപോലെ ഒരു ലിമിറ്റഡ് അല്ല, ഇത് അൺലിമിറ്റഡ് ഫേവർ തുറന്നിട്ടിരിക്കുന്ന ഒരു സമയത്തിനകത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ യോഗ്യത നോക്കാതെ നിന്റെ വീടിനെ അനുഗ്രഹിക്കാൻ, നിന്റെ യോഗ്യത നോക്കാതെ നിന്നെ അനുഗ്രഹിക്കാൻ, നിന്റെ അനുഗ്രഹം എന്താണോ എന്ന് പരിശോധിച്ച് നോക്കാതെ നിന്റെ കുടുംബത്തെയും ചർച്ചിനെയും അൺലിമിറ്റഡ് ഫേവറിനകത്ത് അനുഗ്രഹിക്കാൻ ഒരു കർത്താവിന് കഴിയും. കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ചിലതിനെ സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സെല്ലാം അടച്ചു വെച്ചേക്കുവാണോ? സനിഷ്യ ഒന്ന് തുറക്കുക, ഹൃദയം ഒന്ന് തുറക്കുക. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ സ്വീകരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ വിടുതലായി മാറാൻ ചാൻസ് ഉണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്ന് തുറക്കാൻ പറ്റുമെങ്കിൽ തുറന്നു പിടിക്കുക. ജാതികളെ നീ അവകാശമായി ചോദിക്കുക. അച്ഛൻ ഇന്ന് ശുശ്രൂഷിച്ചതിനകത്ത് വചനത്തിനകത്തൊരു ദൂത് കിടപ്പുണ്ട്. ജാതികളുടെ നന്മകൾ തുറന്നു വരുന്ന. ഹല്ലേലൂയ. ഇത് ഫേവറാണ് കേട്ടോ. ഫേവർ, അൺലിമിറ്റഡ് ഫേവർ. ഞാൻ മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിൻ്റെ മേൽ മുണ്ടക്കയത്ത് ഞാൻ അൺലിമിറ്റഡ് ഫേവറിനെ അങ്ങ് നൽകിയ അഭിഷേകം ഉപയോഗിച്ച് അത് തുറന്നു വിടുകയാണ്. ഗെറ്റ് റെഡി ടു റിസീവ് ദാറ്റ്. അത് നിങ്ങൾ സ്വീകരിക്കുക. ആ നന്മയെ, ആ ഗുഡ്നെസ്സിനെ, ആ സൽഗുണങ്ങളെ, ആ ഭൗതിക ആത്മീയ ബ്ലെസ്സിങ്സുകളെ ഇന്ന് പകല് ഹൃദയം തുറന്ന് കരമടിച്ചതിനെ സ്വീകരിക്കുക. ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെടട്ടെ, ഈ ആഴ്ചകളിൽ അത് വെളിപ്പെടട്ടെ. 2025 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നന്മകളുടെ ഒരു വലിയ സോഴ്സ്, ഹല്ലേലൂയ, ആ സോഴ്സ് ദൈവം തുറന്നു വരട്ടെ. ഞാൻ പ്രവചിക്കുന്നു, ചിലരെ നോക്കി ചില സോഴ്സുകൾ തുറക്കട്ടെ.
ചില ഉറവകൾ തുറക്കട്ടെ, ചില സാധ്യതകളെ തുറക്കട്ടെ, ചില സംരംഭങ്ങൾ തുറന്നു വരട്ടെ, ചില ബിസിനസ് ഫീൽഡുകൾ തുറന്നു വരട്ടെ, ചില സഹായങ്ങൾ തുറന്നു വരട്ടെ. ഏലിയാവിന് ദൈവം തുറന്നു കൊടുത്തതുപോലെ ദൈവം ചിലതിനെ തുറന്നു കൊടുക്കട്ടെ. അകം കത്തുക ഇന്ന് പകല്. ഹല്ലേലൂയ. ദൂത് പറയുമ്പോൾ ചിലതിൻ്റെ മേൽ ആ നന്മകളൊക്കെ ഒഴുകാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നിന്നിൽ നിന്ന് തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ഇവിടെ ഒരു 10,000 ഏക്കറുള്ള ഒരാൾ നമ്മുടെ ചർച്ചിലുണ്ടായിരുന്നെങ്കിൽ ഈ ചർച്ചിൻ്റെ പണിക്ക് പുറത്തുനിന്നൊന്നും പോകണ്ടായിരുന്നു. ഒരു മൂല മാത്രം പിടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഹല്ലേലൂയ. ഈ ലിമിറ്റഡ് ആകരുത്, അൺലിമിറ്റഡ് ആക്കി ദൈവം ചിലതിനെ വിടട്ടെ. ലിമിറ്റഡ് ആകരുത്, ഒന്നിനെ ലിമിറ്റഡ് ആക്കരുത്. എല്ലാ പരിധികളും പൊട്ടട്ടെ, എല്ലാ പരിമിതികളും പൊളിയട്ടെ. ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഈ പരിധി പൊളിക്കുന്ന ശക്തി വരണം? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരാൾ പറയാണ്, ഈ വചനം പ്രതി നമ്മൾ ഇതെല്ലാം കൺഫസ് ചെയ്യും, പക്ഷേ ഏതെങ്കിലും പരിമിതി കയറി കിടന്ന വട്ടം കറങ്ങും. നോ. ഹല്ലേലൂയ. ആദ്യം അത് പൊളിക്കണം, എന്നാൽ ഹല്ലേലൂയ എല്ലാം പൊളിഞ്ഞു വരും. ഹല്ലേലൂയ. കയ്യിൽ ക്യാഷ് ഉണ്ടോന്നോ, ഹല്ലേലൂയ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിയിട്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി അവൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാണ് തുറക്കുന്നത്. ഹല്ലേലൂയ. സകലവും അവൻ്റെ വചനത്താലാണ് തുറന്നു വരുന്നത്, പണത്തിൻ്റെ സോഴ്സ് കൊണ്ടല്ല. ഹല്ലേലൂയ. ലോകത്തിൻ്റെ നന്മ തുറന്നു വരുന്നത് ഹല്ലേലൂയ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. പറ, വചനത്താൽ ആ സോഴ്സ് തുറക്കുന്നത്. എൻ്റെ വെളിപ്പാട് ഹല്ലേലൂയ പണത്താലല്ല തുറക്കുന്നത്, ഹല്ലേലൂയ വചനത്താലാ തുറക്കുന്നത്. പറഞ്ഞ വചനത്താൽ. ഹല്ലേലൂയ. വചനത്താലാ ചില തുറക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പണത്താൽ തുറക്കാൻ പറ്റാത്തത് വചനത്താൽ തുറക്കാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. ഗ്രേസ്, അൺലിമിറ്റഡ് ഗ്രേസ് നമ്മുടെ അകത്ത് ഉണ്ടാകുമാറാകട്ടെ. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഈ പുറത്ത് കിടന്ന് ചില കാര്യങ്ങളെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അൺലിമിറ്റഡ് ഗ്രേസ്. ഹല്ലേലൂയ. ആ ഗ്രേസിനകത്ത് പൗലോസ് വെക്കുന്ന ആശയം ഇതാണ്. താനത് സ്വീകരിച്ചു കഴിഞ്ഞ് പറയാണ്, അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കട്ടെന്നല്ല, അത് വർദ്ധിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ മേൽ ഇന്ന് മുതലുണ്ടാകണം. എൻ്റെ മേൽ കൃപ വർദ്ധിക്കുമാറാകട്ടെ. കൃപ എല്ലാ ലേഖനത്തിന്റെ ആരംഭത്തിൽ ഇത് കിടപ്പുണ്ട്. കൃപ വർദ്ധിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കൃപ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദൈവപ്രവർത്തികൾ നിങ്ങൾ കാണുവാനിടയായിത്തരും. ചില സഭകളെ നോക്കിയാ പൗലോസ് ഈ ദൂത് പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുയേശുവിനാലുള്ള ദൈവകൃപ വർദ്ധിക്കുമാറാകട്ടെ. ഇത് അല്പം കൂടെ ഡീപ്പായി ചിന്തിക്കേണ്ട കാര്യമാണ്. കാര്യം ഇത് ഒരു കാലഘട്ടം മുഴുവൻ അടഞ്ഞിരുന്നതാണ്. ഹല്ലേലൂയ. പക്ഷെ ആ അടഞ്ഞിരുന്ന കാലഘട്ടത്തില് ചില ദൈവപ്രസാദമുള്ള അഭിഷിക്തന്മാർക്ക് അത് തുറന്നു. നോഹയ്ക്ക് അങ്ങനെ തുറന്നു കിട്ടി. ഹല്ലേലൂയ. അബ്രഹാമിന് അങ്ങനെ തുറന്നു കിട്ടി. ഹല്ലേലൂയ. അങ്ങനെ തുറന്ന ചിലരുണ്ട്. ഹല്ലേലൂയ. അടഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ചിലത് തുറന്നു. ഈ കാലഘട്ടം തുറന്നിരുന്ന കാലഘട്ടത്തിൽ അതിനെ വർദ്ധിപ്പിച്ച് പിടിക്കാൻ താല്പര്യമുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിന്റെ വിശാലതയാണ്, വീടിന്റെ വിശാലതയല്ല. ഹല്ലേലൂയ. വീട്ടിന്റെ വിശാലതയോ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വിശാലതയോ അല്ല ഇതിനെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ളത്. ഈ വിശാലത ഹല്ലേലൂയ നിങ്ങളുടെ മനസ്സിന്റെ വിശാലതയാണ്. അറിയാലോ, എൻ്റെ അകത്തോട്ട് വരുന്നൊരു ചിന്തയുണ്ട്. ഈ സ്പേസ് എന്ന് വെച്ചാൽ എന്തുവാണ്? എന്താ സ്പേസ് എന്ന് വെച്ചാൽ എന്നാ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ച വ്യത്യസ്ത മറുപടിയുണ്ട് അല്ലേ? നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അർത്ഥങ്ങളൊക്കെ ഉണ്ട് അതിന് അല്ലേ? വീട്ടിലോട്ട് നോക്കിയാൽ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അതാണ് സ്പേസ് എന്ന് പറയുന്നവരുണ്ട്. ഇവിടുത്തെ സ്പേസ് തപ്പിയ ഇതെല്ലാം സ്പേസ് ആണ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഇന്ന് പകൽ ഗ്രേസിനകത്ത് ചില സ്പേസ് കാണുക. നിങ്ങൾക്ക് പിടിക്കാൻ വരുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഗ്രേസ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് സ്പേസ് കിടപ്പുണ്ട്. അത് ഇങ്ങോട്ട് തുറന്നാൽ നമ്മുടെ സ്പേസ് ആയി മാറിക്കോളും. ഹല്ലേലൂയ.
അതിനകത്ത് ഒത്തിരി സംഭവങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. പൗലോസ് പറയാണ്, ഇത്തരം ദൈവകൃപ ലഭിച്ച് നടക്കുന്ന മനുഷ്യൻ പറയാണ്, ഹല്ലേലൂയ, ഞാൻ ബലഹീനനാണ്, എന്നെ ശക്തനാക്കണം. ഹല്ലേലൂയ, എൻ്റെ ഉള്ളിലൊരു ബലഹീനതയുണ്ട്. ആ ബലഹീനത മാറാൻ ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ശക്തി നിന്റെ ബലഹീനതകൾക്ക് തുണ നിൽക്കും. എൻ്റെ കൃപ മതി, എൻ്റെ കൃപ മതി. യു വിൽ ഓവർകം, നീ അതിനെ ഓവർകം ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകല് ബലഹീനതയ്ക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ കിടക്കുന്നു. ഞാനങ്ങനെ ചെറുതായിട്ട് എന്നെ കൊണ്ടുവരാൻ പറയുന്നില്ല. അതിനകത്ത് ഒത്തിരി അവയവങ്ങളൊക്കെ കിടപ്പുണ്ട്. യോഷിച്ചാൽ പിടിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. അതിനകത്ത് ഒത്തിരി അവയവങ്ങൾക്ക്, ആ ഗ്രേസിനകത്ത്, സ്പേസിനകത്ത് അവയവങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. പുതിയ കിഡ്നികൾ ദൈവത്തിന് നൽകാൻ ചർച്ച പ്രതികരിക്കട്ടെ. ഹല്ലേലൂയ. പുതിയ അവയവങ്ങളെ ഇപ്പോൾ റീസെറ്റ് ചെയ്യാൻ കഴിയുന്ന ഹല്ലേലൂയ ദൈവപ്രവർത്തികളുണ്ട്. ഞാനൊരു സാക്ഷ്യങ്ങളെ കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകും. കഴിഞ്ഞ ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് ലൗബി സിസ്റ്റർ വിഷയം. ഹല്ലേലൂയ. ഓപ്പറേഷൻ അവിടെ ചെന്ന് ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് ടെസ്റ്റിനകത്ത് തന്നെ 4-5 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അതുപോലെയുള്ള ട്രീറ്റ്മെന്റിനായിരുന്നു. കഴിഞ്ഞ ദിവസം ഓപ്പറേഷന് കയറ്റുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും ഒരു പരിശോധനയ്ക്ക് പോകുന്നു. അഥവാ ഈ തലയോട്ടി പിളർന്നെടുത്തിട്ട് അകത്താണ് ഓപ്പറേഷൻ. ഹല്ലേലൂയ. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ കൃത്യം ഒരാണ്, ഒന്നെങ്കിൽ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകും, ശബ്ദം കാണാതെ വരും. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അവർ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. എന്നിട്ടും ആളെ എങ്ങനെയും കിട്ടാൻ വേണ്ടി ആ ഓപ്പറേഷൻ തയ്യാറായത്. അവസാന നിമിഷം ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് ഇതായിരുന്നു, ആ തലയ്ക്കകത്ത് അവിടെ ആ ക്യാൻസർ അല്ല, മറിച്ച് കീമോ ചെയ്തതിന്റെ ഭാഗമായിട്ട് അവിടെ അതിന്റെ എന്തോ ഒരു ചെറിയ എന്തോ ഉണ്ടായതാണ്. അത് ഒരു പ്രശ്നമല്ല, ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവരെ തിരിച്ച് വാർഡിലേക്ക് ദൈവം വിട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചതാണ്. ഹല്ലേലൂയ. ചർച്ച് മുഴുവൻ പ്രാർത്ഥിച്ചതാണ്, ഓപ്പറേഷൻ ചെയ്യാതെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആ ഓപ്പറേഷൻ ചെയ്യേണ്ട തലേ ദിവസം അവരുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ വളരെ പ്രയാസത്തോടെ പോയിരിക്കുകയാണ്. ഒരു ദൈവശബ്ദം എൻ്റെ അകത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവിടെ ഇരുന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊക്കെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, പ്രസംഗം ഇല്ലെന്ന് നടത്തുന്നത്. അവിടെ ഇരിക്കുമ്പോൾ 10-15 പാസ്റ്റർമാരിപ്പോൾ നറുക്ക് വീണത് എനിക്കാണ്. എഴുന്നേറ്റ് നിൽക്കുകയും കർത്താവ് എന്നോട് അകത്തോട് പ്രവചിച്ചത് എവിടെയാണ്, പിറ്റേ ദിവസം ഓപ്പറേഷൻ ഏറ്റുവാണ്. ഞാൻ പറഞ്ഞതാണ്, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. ഹല്ലേലൂയ. ബലഹീനതയിൽ തുണ നിൽക്കുന്ന ദൈവകൃപ വ്യാപരിക്കുമെന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ പിറ്റേ ദിവസം ഞാൻ പോലും ഞെട്ടിപ്പോയി ദൈവശബ്ദം തിരിച്ചു വന്നപ്പോ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവന്റെ പ്രവൃത്തി ഇന്നും കുറുകിപ്പോയിട്ടില്ല. അവൻ വിശ്വസിക്കുന്നവന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ ജമ്മുവിൽ ചെന്നപ്പം വീണയുടെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരാള് വരുന്നത് എന്നിലെ പാസ്റ്റർ ഉണർന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പം അവരുടെ അമ്മ ചിരിച്ച് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. 1 വർഷം മുമ്പ് ഇദ്ദേഹത്തെ ആശുപത്രി പ്രവേശിപ്പിച്ചു. അന്ന് പുള്ളി ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളാണ്. പ്രവേശിച്ചിട്ട് തൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ട ഒരു സ്ഥിതിയിലേക്ക് രോഗം മൂർച്ഛിച്ചു. അങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തലയാഴ്ചയാണ് ഇവരുടെ വൈഫ് ഈ പാസ്റ്റർ എടുത്ത് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത്. ആദ്യം ചെല്ലുവാണ് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അറിയാതെ പറഞ്ഞതാണ്, പുള്ളി വലിയ മിറക്കൽ വിദഗ്ധനൊന്നുമല്ല, അറിയാതെ പറഞ്ഞതാണ്, ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, കാല് സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഡോക്ടർ ഓപ്പറേഷൻ എഴുതി. അന്ന് ദിവസം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറേണ്ട അവസ്ഥ എത്തിയപ്പം ഈ അദ്ദേഹത്തിന്റെ വൈഫ് പെർമിഷൻ ചോദിച്ച് ഒരു ഓട്ടോ പിടിച്ച്, ഞാൻ ഇപ്പൊ വരാം, വന്നിട്ട് ചെയ്താൽ മതി. അപ്പൊ അവര് പറഞ്ഞു പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവര് പറഞ്ഞില്ല, ഞാൻ വന്നിട്ട് പിറ്റേ ദിവസം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവര് നേരെ വന്നു പാസ്റ്റർ അടുത്ത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു കുപ്പി എണ്ണയും മേടിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞാ പറഞ്ഞത്, ഓപ്പറേഷൻ വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കുകയാണ്, ഇതുകൊണ്ട് പെരട്ടാനാണ്. പുള്ളി ഞെട്ടിപ്പോയി. അങ്ങനെ വന്ന ആളാണ്. കാലുകുത്തി നടക്കാൻ പറ്റാത്ത രീതിയിൽ കാല് മൊത്തവും പഴുത്ത് പോയ ഒരു മനുഷ്യനെ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിന്ന് ഭാര്യയുടെ വിശ്വാസത്താൽ ഇറക്കിക്കൊണ്ട് വന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതിങ്ങനെ ഞൊണ്ടി അകത്തോട് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞൊണ്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അതിനേക്കാളും വലുത് കണ്ടിട്ടാണ് ആ മനുഷ്യൻ നടക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ചിലത് മുണ്ടക്കയത്ത് സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. ചിലത് വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തരും. ഒന്ന് പറഞ്ഞ അൺലിമിറ്റഡ് ഗ്രേസിനകത്ത് സ്പേസുകൾ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. മുണ്ടക്കയത്ത് മിറക്കിൾ ഹാർവസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്തിട്ടിരിക്കുന്ന മാനുഷിക അവയവങ്ങൾ ഗ്രേസിനകത്തെ സ്പേസിനകത്ത് നിന്ന് ദൈവം തുറക്കും. ആമേൻ. പൗലോസിന്റെ വിളിയാലുള്ള ആശ തുറന്നു വരാനും വെളിപ്പാടിന്റെ ആത്മാവും ജ്ഞാനത്തിന്റെ ആത്മാവ് വെളിപ്പെടുന്ന പ്രാർത്ഥനകളുടെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ വാക്കുകൾക്കകത്ത് ആലേഖനം ചെയ്ത പൗലോസിന്റെ പ്രാർത്ഥനകളുണ്ട്. ഞാൻ യോഗ്യനല്ല, എന്നെ യോഗ്യതയോടെ നിർത്തണമേ എന്ന് പൗലോസ് പ്രാർത്ഥിച്ചത് നമുക്ക് വചനത്തിനകത്ത് കാണാൻ പറ്റും. വഴി തുറക്കാതിരുന്ന സമയത്ത് എനിക്ക് വഴി തുറന്നു നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അടഞ്ഞു കിടക്കുന്ന വാതിലുകളുടെ മുമ്പിൽ മുട്ടുമടക്കിയ മനുഷ്യനെ കാണുന്നുണ്ട്. പ്രാണനോളം ഭയം കയറി വരുമ്പോൾ ചുറ്റും കൂടിയ ആൾക്കാരുടെ നടുവിൽ ഇനി ജീവിതമില്ലെന്ന് അവസാനിപ്പിച്ച് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഹൃദയം തുറന്നു കൊടുത്തൊരു മനുഷ്യനെ പ്രാർത്ഥനയ്ക്കിരുന്ന് നമുക്ക് കാണാനുണ്ട്. ഒന്നും ഒരു സ്ഥലത്തും അസ്തമയം കണ്ടിട്ടില്ല. അവിടെ എല്ലാം പുതുവഴികളെ ദൈവം തുറന്നു കൊടുക്കുവാനിടയായി തീർന്നു. വിശ്വസിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ അൺലിമിറ്റഡ് ഫേവറുകൾ തുറക്കപ്പെടാൻ പോവുക. ഇന്നത്തെ ദൂത് ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും. മുണ്ടക്കയത്തിന് വേണ്ടി ദൈവം അൺലിമിറ്റഡ് ഫേവറുകളെ, ഗ്രേസ് അറ്റ്മോസ്ഫിയറുകളെ, ഗ്രേസ് ഹല്ലേലൂയ ഗ്രേസിന്റെ ആക്ടിവേഷൻസുകൾ ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ എൻ്റെ അകത്തുള്ളൊരു നിറവിൽ നിന്ന് ഞാൻ പറയാം. കർത്താവിൻ്റെ നിറവിൽ നിന്നാണ് ഈ കൃപമേൽ കൃപ തുറന്നു വരുന്നത്. കൃപമേൽ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്നാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ നിറവ് ഹല്ലേലൂയ അത് സഭയിലൂടെ മാത്രമേ ഒഴുകത്തുള്ളൂ. ഹല്ലേലൂയ. ഏതിൽ നിന്നും നദി ഒഴുകി പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ നിങ്ങളിൽ നിന്ന് കൃപയുടെ ആഴത്തിൽ നിന്ന് നദി ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് പുറത്തേക്ക് ശക്തിയോടെ ഒഴുകും. ഞാൻ ഒന്നുകൂടി പറയാം, ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഈ കൃപയുടെ സോഴ്സ് എവിടെയായിരിക്കുന്നത്? ആ കൃപയുടെ സോഴ്സ് ഹല്ലേലൂയ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത് നിന്റെ അകത്താണ്. നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിനകത്തിരിക്കുന്ന ആ ഉറവയ്ക്കകത്ത് നിന്നാണ് തുറക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുവീൻ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഞാൻ ഒഴുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന മുണ്ടക്കയത്ത് ഒരു വലിയ ഒഴുക്ക് സംഭവിക്കാം. കമോൺ, ഇത് മുതൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. മുണ്ടക്കയത്ത് ഒരു വലിയ ഒഴുക്ക് സംഭവിക്കാൻ പോവുകയാണ്. ആരാലും തടയാൻ കഴിയാത്ത ഒരു മതശക്തികൾക്കും പാരമ്പര്യ ബോധങ്ങൾക്കും ദേശത്തിൻ്റെ അതിക്രമങ്ങൾ പുലർത്തുന്ന ജനതകൾക്കും ഹല്ലേലൂയ ഇവിടുത്തെ ഒരു ജനതയ്ക്കും തടയാൻ കഴിയാത്ത ഒരു ഉണർവ് ഹല്ലേലൂയ മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒഴുക്കാൻ പോവുകയാണ്. ഗെറ്റ് റെഡി ടു റിസീവ്. അത് തുടങ്ങാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയുന്നു, നീ പ്രാർത്ഥനകളിലേക്കും പ്രാർത്ഥനയുടെ ആത്മതലങ്ങൾക്കകത്തേക്കും ജീവിതത്തെ സെറ്റ് ചെയ്യുക. ചുടമാന കറബൗഡിയാന്തല പ്രഭാഷിയ അർദ്ധമാന ലബാര ഷമാന ധിരീമാന ഖറാബലാരിയ കർത്താവ് വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഏതൊക്കെയോ മേഖലകളെ ആത്മാവിൽ പിടിക്കാൻ കർത്താവ് വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ ആത്മതലത്തിനകത്തേക്ക് നിങ്ങളുടെ കരങ്ങൾ മാറ്റി ചിന്തിച്ച് ചവിട്ടാൻ തയ്യാറാണെങ്കിൽ അതിനകത്ത് ചിലതിനെ പിടിക്കാനും ചിലതിനെ എഴുന്നേൽപ്പിക്കാനും കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനകളുടെ ഏടുകൾ ഈ ദിവസങ്ങൾ നമ്മൾ വീണ്ടും തുടരും. ഒരു നിമിഷം ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചേ, കർത്താവേ അൺലിമിറ്റഡ് ഫേവർ തുറന്നു വരണം. ഹല്ലേലൂയ. ഇന്ന് കേട്ട 2 ദൂതിതായിരുന്നു. ഹല്ലേലൂയ. ശാസിക്കുക, എഴുന്നേൽക്കുക, പ്രകാശിക്കുക. അതിനോട് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു, നിനക്ക് വേണ്ടി ഒരു അൺലിമിറ്റഡ് സോഴ്സിൻ്റെ ഫേവർ, ഹല്ലേലൂയ ഒരു ഗ്രേസിൻ്റെ ഫേവർ നിന്റെ അകത്ത് ദൈവം ഇട്ടിട്ടുണ്ട്. തുറന്നു കൊണ്ടുവരിക. ഈ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുക. എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ഉറവ, ഗ്രേസിൻ്റെ ഉറവ തുറക്കുന്നതിന്
ഹല്ലേലൂയ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. അത് ചിലപ്പോൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമായിരിക്കാം. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കേണ്ടതിനാൽ നിന്റെ കരവുമായി കാലുമായി ശബ്ദവുമായി പുറത്തേക്ക് പോകുക എന്നത് മാത്രമായിരിക്കാം. ഒരുപക്ഷെ ഒരു സഭയ്ക്കകത്ത് ഒരു മീറ്റിംഗ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗം മാത്രമായിരിക്കും. കം ഓൺ, ഗെറ്റ്. എന്താണെങ്കിലും തടയരുത്, തുടങ്ങുക. ദൈവം അത് തുടങ്ങട്ടെ എന്ന് പകൽ. കർത്താവ് അത് ചെയ്യട്ടെ എന്ന് പകൽ. കർത്താവെ അത് ചെയ്യണമേ. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവെ അത് ചെയ്യണമേ. വിട്ടുകൊടുക്കരുത്, കർത്താവ് ഇത് ചെയ്യണമേ. ഹല്ലേലൂയ. കൊണ്ടുള്ള ഈ നന്ദി ഭാവങ്ങൾ മാറട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു പ്രവാചകൻ കണ്ടതൊരു ഉണർവാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഞാനത് കാണുമോ എന്ന് ആശങ്കപ്പെട്ട മനുഷ്യൻ ആ ഉണർവിനെ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് വരെ കാണാത്തൊരു ദർശനം തുറന്നു വരുവാനിടയായി തീർന്നു. അതിൻ്റെ ഫുൾഫില്ലിലേക്ക് ദൈവം കൊണ്ടുപോകാനിടയായി തീർന്നു. വർഷങ്ങൾ അടഞ്ഞിരുന്ന പരിശുദ്ധാത്മാവ് യുഗങ്ങൾക്കകത്ത് മിണ്ടാതിരുന്നിട്ട് ഏറ്റവും ശക്തിയോടെ സംസാരിക്കുന്ന ഒരു ഗ്രേസ് പീരിയഡിൻ്റെ എൻഡ് ഓഫ് ദ ഏജിൽ വന്ന് നിൽക്കുമ്പോൾ മടി കൂടാതെ മൗനതയോടെ നിൽക്കാതെ ആ ദൈവവചനത്തോടും ദൈവീയ ആശയങ്ങളോടും പ്രതികരിക്കാൻ ഈ പകല് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനം കേട്ട നിങ്ങളുടെ മേൽ ഈ ദൂതിൻ്റെ നിവർത്തീകരണങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നിങ്ങളുടെ വീടിൻ്റെ മേൽ, ബിസിനസ്സിൻ്റെ മേൽ. കമോൺ, ഇതൊരു ദൈവീയ ബ്ലെസ്സിങ്ങിൻ്റെ ടൈം. അതിൻ്റെ പ്രവൃത്തി, അത് ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, അതിൻ്റെ മേലൊരു അപ്ഡേഷൻ, ഒരു ബ്ലെസ്സിങ് ഇന്ന് പകൽ ഞാൻ അയക്കുന്നു. യെസ്, ഇന്ന് പകൽ ഞാൻ പറയുന്നു, നീ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡബിൾ ആകാൻ പോവുക. പിടിക്ക. നിനക്ക് എന്താണോ സാലറിയായി ലഭിക്കുന്നത് അതിൻ്റെ ഡബിൾ ആകാൻ കഴിയുന്ന രീതിയിൽ നിന്റെ സോഴ്സിനെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ലിമിറ്റഡ് അന്തരീക്ഷങ്ങളെ അൺലിമിറ്റഡ് സോഴ്സിനകത്തേക്ക് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവാത്മാവിന് വിധേയപ്പെടുത്തുന്നു. നിന്റെ വീടിൻ്റെ വരുമാനം ഇന്നലകളിൽ ലിമിറ്റഡ് ആയിരുന്നെങ്കിൽ അതിൻ്റെ സോഴ്സ് ആത്മാവിനെ തുറക്കുന്നു. ഹല്ലേലൂയ. അത് ഇരട്ടിയാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറത്തുനിന്ന് മേടിക്കുന്ന പാത്രങ്ങൾ കുറയ്ക്കരുത്. ഹല്ലേലൂയ. ദൈവം തുറന്നു കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഹല്ലേലൂയ. നിങ്ങൾ എത്രത്തോളം എണ്ണുവോ അത്രത്തോളം ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ അപ്പം വർദ്ധിച്ചത് ഇവർ വിളമ്പിക്കൊണ്ടിരുന്നു. ആൾക്കാര് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ആ കൊട്ട നിറഞ്ഞു നിന്നു. യെസ്, എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വർദ്ധിക്കും. യെസ്, ആ ഗ്രേസിന്റെ തലം അതാണ്. ഹല്ലേലൂയ. നമ്മൾ ഇടുന്ന പരിമിതിയാണ് അതിന്റെ പരിമിതി. നമ്മൾ ഇടുന്ന പരിമിതിയാണ്. ഇന്ന് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യാണ്. ഹല്ലേലൂയ. കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇട്ട പരിമിതിയും ഹല്ലേലൂയ. ക്രൂശിൽ വെളിപ്പെട്ട രക്തം കൊണ്ട്, അവിടുന്ന് വെളിപ്പെട്ട ശക്തി കൊണ്ട് ഞാൻ ആത്മാവിനെ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പുറത്തേക്ക് വിടാതെ മരണയോർദാൻ ബ്രേക്ക് ചെയ്തവനെ പുരോഹിതന്മാർ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയതുപോലെ ഇന്ന് ചിലത് ബ്രേക്ക് ആകുകയാണ്. നിങ്ങൾ അടുത്ത ആത്മദണ്ഡനം കണ്ടിരിക്കും, അടുത്ത ദേശം കണ്ടിരിക്കും, അടുത്ത പട്ടണത്തെ പിടിച്ചിരിക്കും, അടുത്ത എരിഹോവിനെ മറിച്ചിട്ടിരിക്കും, അടുത്ത കനാൻ ദേശത്തിന് മുമ്പ് തുറന്നു വന്നിരിക്കും, ജാതികൾ പിടിക്കപ്പെട്ടിരിക്കും. കമോൺ, ഈ പകൽ അത് തുറക്കുകയാണ്. നീ നിങ്ങളെക്കുറിച്ച് പരിധിയിട്ട് ചിന്തിക്കരുത്. ഏതോ ഒരു ഗ്രാമത്തിനകത്ത് ഏതോ ഒരു 10ാം ക്ലാസ്സുകാരിയായി ജനിച്ച് ജീവിച്ച് തീരുക. നോ. ഹല്ലേലൂയ. നിന്റെ ഡിഗ്രി എത്രയായിരുന്നാലും നിന്റെ അകത്ത് ഫേവർ, അതിൻ്റെ മേൽ നീ നോക്കിയാൽ അത് അൺലിമിറ്റഡ് ആയി തുറന്നു വരും. ഒരു മുക്കുവനായി ജനിച്ച് ജീവിച്ച് അവൻ്റെ കഥ അവസാനിക്കുമെന്ന് ചിന്തിച്ചതിനകത്ത് നിന്ന് ഹല്ലേലൂയ പത്രോസിനെ സഭയുടെ തൂണാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ഗ്രേസ്, അതേ സോഴ്സ് ഇവിടെ തുറക്കപ്പെടുന്നു. യു ആർ നോട്ട് എ നീ സാധാരണക്കാരനല്ല, നീ ഒരു സാധാരണ വ്യക്തിയല്ല. നീ നിന്നെ ഒതുക്കരുത്, നീ നിന്നെ പരിമിതിയിടരുത്. യു ആർ ആൻ അൺലിമിറ്റഡ് പേഴ്സൺ. യു ആർ ആൻ നിന്നെ ദൈവം അങ്ങനെയാണ് മെനഞ്ഞിരിക്കുന്നത്.
സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയറുകൾ ഇന്ന് പകൽ തുറക്കുകയാണ്. സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. സൂപ്പർ നാച്ചുറൽ സോഴ്സുകൾ തുറന്നു വരുന്നു. സൂപ്പർ നാച്ചുറൽ സാധ്യതകൾ തുറന്നു വരുന്നു. സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസുകൾ തുറന്നു വരുന്നു. സൂപ്പർ നാച്ചുറൽ ഫ്ലോട്ടുകൾ തുറന്നു വരുന്നു. കരമടിക്കുന്ന ഈ ശക്തിയോടെ അടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ തുറന്ന് സ്വീകരിക്കുന്നു. വാഹനങ്ങൾ, പ്രോപ്പർട്ടികൾ, ജാതികളെ ഞങ്ങൾ അവകാശമായി. ഓ അന്യഭാഷ പറഞ്ഞു പിടിച്ചോളാം. നീ പറയുന്ന ഭാഷയ്ക്കകത്ത് ഡെലിവറൻസുകളുണ്ട്. തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. ഫേവറുകൾ തുറക്കട്ടെ, ഫേവറുകൾ തുറക്കട്ടെ, ഫേവറുകൾ തുറക്കട്ടെ, ഫേവറുകൾ തുറന്നു വരട്ടെ. സുധുരി കാറ്റാല ബാബാ ശുഭ കാരാബ കാലാബാറാക നീ ഏത് ഭാഗത്താണോ ബലഹീനത അനുഭവിക്കുന്നത്, ആ ഭാഗത്തൊരു ഗ്രേസ് വെളിപ്പെടാൻ പോവുകയാണ്. ആ ഭാഗം ഇന്ന് വരെ പരിമിതി കിടക്കുന്നുണ്ടെങ്കിൽ നീ അവിടെ അൺലിമിറ്റഡ് ആകാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങള് ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവവചനം ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വന്നതുപോലെ ഞങ്ങളുടെ അന്തരീക്ഷവും തുറന്നു വരുന്നതിനായി സ്തോത്രം. ഹൃദയം തുറന്ന് അതിനെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിനകത്തെ എല്ലാ കുടുംബങ്ങളെ, അവരുടെ വീടുകളെ, കുഞ്ഞുങ്ങളെ, അവരുടെ സോഴ്സുകളെ ഒക്കെ തുറന്നു കൊണ്ടുവരികയാണ്. അവരുടെ വിദ്യാഭ്യാസത്തെ തുറന്നു കൊണ്ടുവരുന്നു. ജോലി സാധ്യതകളെ തുറന്നു കൊണ്ടുവരുന്നു. അവർ ബിസിനസ് ഫീൽഡുകളെ ആത്മാവിൽ തുറക്കുന്നു. ഒരു സാമ്പത്തിക ഡെലിവറൻസ് അൺലിമിറ്റഡ് ആയി തുറക്കട്ടെ. എന്നോട് അങ്ങനെ കർത്താവ് പറയുന്നത് കേട്ടോ. നീ കേട്ട ബ്ലെസ്സിങ്ങുകളുടെ യഥാർത്ഥ തലങ്ങൾ ഇനി വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ആമേൻ പറഞ്ഞ് എവിടേക്കോ സ്വീകരിച്ചിട്ടേക്കുന്ന തലങ്ങൾ ഈ ഗ്രേസിനകത്ത് നിന്ന് ദൈവം തുറക്കുക. വീടിനകത്തൊരു ദൂതൂടെ ഞാൻ പറയാം. നീ വിതയ്ക്കാത്തത് കൊയ്യും. ചില നിധികൾ നിന്റെ മേൽ വന്നിരിക്കും. പിടിക്കാൻ വരുന്നവർ പിടിച്ചോണം. ഒരു പ്രൊഫറ്റിക്കൽ റിലത്തിനകത്ത് ഞാൻ നിൽക്കുന്നത്. ആത്മാവിൽ പിടിച്ചോളം. സോഴ്സുകൾ തുറക്കുന്നത് എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഒരു ചെറിയ ഉറവയ്ക്കകത്തുനിന്ന് ഒരു നദിയെ മുക്കുന്ന, ഒരു ദേശത്തെ മുക്കുന്ന ഉറവ തുറക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതിനെ സ്വീകരിക്കുകയാണ്. എൻ്റെ ചിന്തകൾക്കകത്ത്, എൻ്റെ അകത്ത് സ്പിരിറ്റ് ഒരു 1-2 ആശയങ്ങളെ പലപ്പോഴും തുറക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 1-2 ആശയങ്ങൾ എനിക്കതിനെ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് പുതിയ ആശയങ്ങൾ എൻ്റെ അകത്തേക്ക് നൽകുകയാണ്. സ്വീകരിക്കുക. എൻ്റെ ഹൃദയത്തിനകത്ത് തുറക്കുന്ന എല്ലാ ദൈവ വെളിപ്പാടിനെ ഞാൻ തുറന്നു. ആ ദൂതുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ അതിനെ തുറന്നു വിടുന്നു. സ്വീകരിച്ചു. അപ്പൊ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. കേട്ട ദൂത്
അതിൻ്റെ പ്രവൃത്തി തലത്തിൽ ഇവർ കാണട്ടെ. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച്, ആത്മമനുഷ്യനായ പൗലോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച്, ആദ്യ പാഠങ്ങളിൽ താൻ പ്രാർത്ഥിച്ച പാഠങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ചെവിയെ കൊണ്ടുവരുമ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു. ഈ ദൂതിന്റെ നിവർത്തീകരണം ഈ ജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ഫേവറുകൾ തുറക്കപ്പെടട്ടെ. ഇന്നുവരെ കാണാത്ത വഴികൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. ഇന്നുവരെ കേൾക്കാത്ത അനുഭവങ്ങൾ കേൾക്കട്ടെ. ഇന്നുവരെ കാണാത്ത കാഴ്ചകൾ അവർ കാണട്ടെ. മോശ കണ്ടപ്പോൾ ഒരു ജനലക്ഷം പുറകെ വന്നതുപോലെ ചില കാഴ്ചകൾ ഇവരെ കാണിക്കണമേ. ആമേൻ. ഈ ജനത്തെ ഞാൻ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു.